ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി നമസ്കാരം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള ചില വൈറസുകൾ കാരണം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാപ്പ് എന്ന് പറയുന്ന വാക്കിന് അത്യാവശ്യം മീനിങ് ഉള്ളൊരു വാക്കാണ്, മൂല്യമുള്ളൊരു വാക്കാണ്. എന്നാൽ ഇത്തരം ഇൻഫ്ലുവൻസുകൾ കാരണം ആ വാക്കിന്റെ പോലും മൂല്യം ഇപ്പോൾ ഇടിഞ്ഞു താണേക്കാണ്. എന്ത് പൊട്ടത്തരവും എന്ത് കോപ്രായവും പേക്കൂത്തും വന്ന് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് വിളിച്ചു പറഞ്ഞതിന് ശേഷം മാപ്പ് എന്ന് പറയുന്ന വാക്കെടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്നാണ് ഈ ഇൻഫ്ലുവൻസറുകളുടെയൊക്കെ വിചാരം. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പൊ മാപ്പപേക്ഷക്കാരുടെ ബഹളമാണ്. അങ്ങ് നിരന്ന് നിൽക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രേണു സുധിയും പ്രതീക്ഷയുമാണ് മാപ്പപേക്ഷയുമായിട്ട് വന്നേക്കുന്നത്. അവരെന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ലക്കി ഡ്രോയുടെ പരസ്യം ചെയ്തപ്പോൾ പരസ്യവും ചെയ്തതിന് ശേഷം അതിന്റെ പേയ്മെന്റും വാങ്ങിച്ച് ആ പരസ്യം എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണത്രേ ആ പാവങ്ങൾ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത്. ഇതിനു മുമ്പ് അത് തട്ടിപ്പാണെന്ന് അറിഞ്ഞതേയില്ല. എന്തൊരു പാവങ്ങള് ഇപ്പൊ കിടന്നങ്ങ് ഉരുളുവാണ്. ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നു ഒന്നും അവരറിഞ്ഞില്ല. എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പരസ്യമായിട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളത് അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. അതാണല്ലോ ഇൻഫ്ലുവൻസേഴ്സിന്റെ പണി. എന്നാൽ ഇതൊന്നും അന്വേഷിക്കാതെ വന്ന് ജനങ്ങളുടെ മുമ്പിൽ എല്ലാം വന്ന് ശബ്ദിച്ചു വെച്ചതിന് ശേഷം ഇപ്പൊ വന്ന് മാപ്പപേക്ഷ. ഇനി മറ്റേ സൈഡിൽ ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആർ ജെ അഞ്ജലി 2-3 ദിവസം കൊണ്ട് മാപ്പപേക്ഷ നടത്തുകയാണ്. എന്നാൽ ആർ ജെ അഞ്ജലിയും നിരഞ്ജനയും കൂടി ചേർന്നിട്ടാണല്ലോ പ്രാങ്ക് കോൾ എന്ന് പറയുന്ന ആ ഒരു പരിപാടി കാണിച്ചത്. അതുകൊണ്ട് രണ്ടുപേരും കൂടി വന്ന് നിന്ന് മാപ്പപേക്ഷ നടത്തണം എന്ന് ജനങ്ങൾ പറഞ്ഞത് പ്രകാരം ഇപ്പൊ രണ്ടുപേരും കൂടി വന്നാണ് മാപ്പപേക്ഷ നടത്തിയിരിക്കുന്നത്. ആ മാപ്പപേക്ഷ കേട്ട് കഴിഞ്ഞാൽ അപേക്ഷയായിട്ടൊന്നും തോന്നുന്നില്ല. ചുമ്മാ വന്ന് അവരുടെ അഹങ്കാരവും അവരുടെ ആ ഒരു ധാർഷ്ട്യവും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടേക്കുന്നു. അത്രേ ആ മാപ്പപേക്ഷ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും നമുക്ക് ആ മാപ്പപേക്ഷ ഒന്ന് കേട്ടു നോക്കാം. നിരഞ്ജന ക്ഷമാപണം നടത്തിയ വീഡിയോയിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി. ഞാൻ നാട്ടിലായിരുന്നു, ചേച്ചി കോയമ്പത്തൂരായിരുന്നു. ഇന്നലെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച്. ഇപ്പോൾ ക്ഷമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ്. ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം ആ മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു. സത്യത്തിലേ ഇവരെന്തിനാ ഇങ്ങനെ വന്ന് കടന്ന് മാപ്പ് പറയുന്നേ? എന്ത് കാര്യത്തിനാണ് മാപ്പ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജെന്യുവിൻ ആയിട്ട് പറയണം. നമ്മുടെ മനസ്സിൽ തട്ടിയിട്ട് പറയുക മാപ്പ്. ഇല്ലെന്നുണ്ടെങ്കിൽ പറയാൻ നിൽക്കരുത്. വെറുതെ പ്രഹസനം കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഇതൊരുമാതിരി ആൾക്കാരുടെ അടുത്ത് മാപ്പ് പറയണമല്ലോ എന്നതിന് വേണ്ടിയിട്ട് വന്ന് കിടന്ന് പ്രഹസനം കാണിക്കുന്നു. അവരുടെ അഹങ്കാരവും അവരുടെ ധാർഷ്ട്യവും കൃത്യമായിട്ട് അവരുടെ മുഖത്ത് പ്രകടമാണ്. അവർ ചെയ്തത് തെറ്റാണെന്നുള്ളത് ഇപ്പോഴും അവർക്ക് ബോധ്യമായിട്ടില്ല. അതൊരിക്കലും അവർ സമ്മതിക്കാനും പോകുന്നില്ല. ഇതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെയാണ് എല്ലാ ജനങ്ങൾക്കും തോന്നിയത്. നമ്മൾക്കായാലും അങ്ങനല്ലേ തോന്നുന്നത്? ഇങ്ങനെയാണോ മാപ്പപേക്ഷ നടത്തേണ്ടത്? ഇങ്ങനെ കടിച്ചാ പൊട്ടാത്ത വാക്കുകൾ പറഞ്ഞില്ല, വാർത്ത വായിക്കുന്നത് പോലെ വന്നു നിന്നൊരു മാപ്പപേക്ഷ ആരെ കാണിക്കാൻ? സത്യത്തിൽ ആരെ കാണിക്കാനാ നിങ്ങൾ ഈ മാപ്പപേക്ഷ നടത്തുന്നത്? ആർക്ക് വേണം നിങ്ങളുടെ ഈ പ്രഹസനം? ആർക്ക് നിങ്ങളുടെ ഈ പ്രഹസനം കാണേണ്ട ഒരു ആവശ്യമില്ല. ഈ പ്രഹസനമൊക്കെ നിർത്തി അങ്ങ് പോകാമോ? പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്നു, ഈ വൈറലാകുക അല്ലെങ്കിൽ എയറിൽ കയറുക എന്ന് പറയുന്നത് ആദ്യ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായിട്ടായിരിക്കും മാറുന്നത്. ആദ്യം നമുക്കത് ഉപദ്രവമായിട്ട് തോന്നുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ളവർക്ക് അതൊരു അനുഗ്രഹമാണ്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർ ജെ അഞ്ജലിക്കും നിരഞ്ജനയ്ക്കും ഇതൊരു അനുഗ്രഹമായിട്ട് മാറിയേക്കാണ്. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഇത് അവരൊരു കോണ്ടന്റ് ആക്കി മാറ്റിയേക്കാണ്. അപ്പൊ കോണ്ടന്റ് ആക്കി മാറ്റിയതിന്റെ വീഡിയോയും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ചേച്ചിയുടെ വലിയൊരു ഫാനാണ്. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. ലാസ്റ്റ് ഇട്ട വീഡിയോ വരെ കണ്ട്. ചേച്ചി 5-ാം തീയതി എന്റെ ബർത്ത്ഡേ, ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ ചെയ്ത് അയച്ചു തരാൻ പറ്റുമോ? ഇപ്പം എവിടുന്ന് ഒരു ഹാപ്പി ബർത്ത്ഡേ വീഡിയോ അയച്ചു തരുമോ നിരഞ്ജന മോളെ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. വിശക്കണില്ലേ അമ്മോ? നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലാ? ഇതൊന്നും തിന്നാൻ പോലും തോന്നല്ലേ. പക്ഷേ എനിക്കൊരു ഊണ് മതി. നിനക്ക് എന്തോ വേണം? എനിക്കൊരു ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ചേച്ചി ചേച്ചി എന്താ ചേച്ചിനകത്തൊന്ന് ഒളിച്ചിരിക്കണ? ഒരു സമാധാനത്തിന് വേണ്ടി ഇരിക്കുന്നേടേ. അതിനൊന്ന് ഒളിച്ചിരിക്കണ എന്തിന്?
ചേച്ചി എന്തോ സംരംഭം തുടങ്ങിയെന്നോ? ഫിഷ് ടാങ്കിലൊക്കെയാണ് ഇരിക്കണം. ഇനി മീനൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുമെന്നോ? കണ്ടല്ലോ, അവർക്ക് ഇതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ അവർക്കൊരു അനുഗ്രഹമാണ്. കാരണം കുറേയും കൂടി ആൾക്കാർ ഇവരെ അറിഞ്ഞു, ഇവരുടെ പേജ് കുറേ പേര് വിസിറ്റ് ചെയ്തു. അതുകൊണ്ട് ഇനിയും കുറച്ചും കൂടി കഴിയുമ്പോൾ ഇവരിടുന്ന വീഡിയോസിനൊക്കെ നല്ല റീച്ച് കിട്ടുമെന്ന് ഇവർക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും തോന്നും അത് അവർക്ക് ഉപദ്രവമാണ് എന്ന്, പക്ഷെ ഒരിക്കലും അല്ല, അതൊരു അനുഗ്രഹം തന്നെയാണ്. ഇനി ഇങ്ങനെ കുറച്ച് ദിവസം ഇത് പറഞ്ഞിട്ട് ഇവർ കണ്ടിന്യൂ ചെയ്ത് വീഡിയോ ഇടും. ഈ ഒരു കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് ഇവർ വീഡിയോ ഇടും. അങ്ങനെ ഇവർക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടും, കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടും. അതാണ് നടക്കാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇനിയും നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം ഇങ്ങനെ ഒരു കാര്യം സൃഷ്ടിച്ചെടുത്തതാണോ എന്ന് പോലും അറിയത്തില്ല. അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബിഗ് ബോസ് വരാൻ പോവാണല്ലോ. ബിഗ് ബോസിന്റെ സീസൺ ആകുമ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള കോൺട്രവേഴ്സീസും മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെടും. അതാണോ ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി കുറച്ച് ദിവസം ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരുത്തൻ പോയേക്കാണ്. അവന് ഇവർക്ക് മെസ്സേജ് അയച്ചേക്കാണ്. ഒരുത്തൻ, അവൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അവന് ഇവരുടെ ആ ഭാഗത്ത് മൈലാഞ്ചി ഇട്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇവർക്ക് മെസ്സേജ് അയച്ചേക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുവമാർക്കൊക്കെ എന്തിൻ്റെ കേടാണ്. വളരെ വൾഗറായിട്ടുള്ള ഭാഷയിലാണ് അവരോട് സംസാരിക്കുന്നത്. പെൺകുട്ടിയാണ് എന്ന് പോലും ഓർക്കാതെ, ഇവർ ഓർത്തിട്ടില്ല, പക്ഷേ സ്ത്രീകളാണ് എന്ന് പോലും ഓർക്കാതെ ഇവർക്ക് മെസ്സേജ് പേഴ്സണലായിട്ട് അവൻ ചെന്ന് അയച്ചേക്കാണ്. അപ്പോൾ ആ മെസ്സേജിന്റെ വീഡിയോയും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. നീ എന്തിനാ ഇത്ര നല്ല ആർട്ടിസ്റ്റായി ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാണ് വേറെ ലോഡീസിനേക്ക് പോയിട്ട് വിളിക്കുന്നത്? നിനക്ക് കുണ്ടിൽ മെഹന്തിട്ട പോരായോ? ഞാൻ ഇട്ടെടുത്തില്ലേ നിനക്ക്? നല്ല നൈസായിട്ട് നല്ല ഡിസൈൻ വർക്കിൽ ഞാൻ ചെയ്തെടുത്തില്ലയോ? 2 സൈഡിലെ കുണ്ടിൽ ഇങ്ങനെ സൈഡിലായിട്ട് മാറ്റി ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഡിസൈനിൽ ചെയ്തു തരും. അതൊക്കെ നൈസായിട്ട് നല്ല സോഫ്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഒക്കെ ചെയ്ത് തരുമ്പോൾ ഒരു പ്രത്യേക സുഖം കൂടെ കിട്ടും നിനക്ക്. എന്റെ പൊന്നോ, ഇവനൊക്കെ എന്തിന്റെ കേടാ. സത്യത്തില് ഇവര് ചെയ്തത് തെറ്റാണ് എന്ന് വെച്ച് ഇവരെ പോയി അങ്ങോട്ട് പോയി ഇതുപോലെയൊക്കെ ചെയ്യുന്നതിനെ ഞാൻ ഒരിക്കലും ഇത് ചെയ്യത്തില്ല. അതിനൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചെറുക്കൻ, ആ ഒരു പുരുഷൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ ഇവര് കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവര് വരുത്തി വെച്ചതാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവര് വെറുതെ ഇരുന്നപ്പോൾ ഇവർക്ക് അങ്ങോട്ട് പോയി അവൻ പോയി മെസ്സേജ് അയച്ചതല്ല. ഇവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിനാണ് അയാൾ അങ്ങനെ പോയി മെസ്സേജ് അയച്ചത്. പക്ഷെ അങ്ങനെ പോയി മെസ്സേജ് അയക്കാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇവർ വരുത്തി വെച്ചതാണ്. ഇപ്പൊ ഇവർക്കതൊരു അപമാനമായിട്ട് തോന്നി. ഇതേ അപമാനം തന്നെയായിരിക്കും മറ്റേ സ്ത്രീയും ഫേസ് ചെയ്തിട്ടുണ്ടാകുക. ആ മെഹന്തി ആർട്ടിസ്റ്റും ഫേസ് ചെയ്തത് ഇതേ അപമാനം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് കേട്ടപ്പോൾ എന്താണോ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഫീൽ ആയത്, എന്ത് വിഷമമാണോ അല്ലെങ്കിൽ എന്ത് അപമാനമാണോ ഫീൽ ചെയ്തത്, അതേ അപമാനം തന്നെയായിരിക്കും ആ മെഹന്തി ആർട്ടിസ്റ്റിനും ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ഒരു നിമിഷം പെട്ടെന്ന് അവർ പകച്ചു പോയിട്ടുണ്ടാകും. നിങ്ങളും പകച്ചു പോയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് തോന്നത്തില്ല, കാരണം നിങ്ങൾ കുറേ നാൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നെഗറ്റീവ് എന്താണെന്നും നെഗറ്റീവ് കമന്റ്സ് എന്താണെന്നും ഒക്കെ ഉള്ളത് അറിയാം. പക്ഷെ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു പുതുമയുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. പെട്ടെന്ന് അവർ പകച്ചു പോയി കാണും. അപ്പം നിങ്ങളായിട്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇവരങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി എന്ന് വെച്ചിട്ട് അവരെ പോയി ഇതുപോലെ പറയാൻ ആർക്കും ലൈസൻസ് ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവരെ പോയി ഇതുപോലെ തോന്നിവാസം പറയാൻ ആർക്കും പോയി ലൈസൻസ് ഇല്ല. ഉടനെ അവൻ പോയേക്കാണ് അവർക്ക് പോയി ഇൻസ്റ്റഗ്രാമിൽ പോയി മെസ്സേജ് അയക്കാൻ. സത്യത്തിൽ ഇങ്ങനെ തമാശയായിട്ടാണെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ പോയി മെസ്സേജ് അയക്കുമ്പോൾ സൂക്ഷിക്കുക. കാരണം നല്ല രീതിയിലുള്ള പണി കിട്ടും എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മളായിട്ടും അതിനൊരു ചാൻസ് ഉണ്ടാക്കാതെ ഇരിക്കുക, അവസരങ്ങൾ ഉണ്ടാക്കാതെ ഇരിക്കുക.